പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നത്തെ യോഗ തീരുമാനത്ത് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്ത് അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് ഫസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, വിജിലൻസ് ട്രൈബ്യൂണൽ, അതുപോലെ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷൻ ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഓഡിറ്റർ, അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ, ഇതൊന്ന് കാറ്റഗറി നമ്പർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 57/2021, അതുപോലെ തന്നെ 58/2021. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള അസിസ്റ്റന്റ്, അതിൻ്റെ കാറ്റഗറി നമ്പർ 59/2021. അപ്പോൾ ഈ രണ്ട് തസ്തിക അല്ലെങ്കിൽ ഈ രണ്ട് പട്ടികകൾ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള PSC പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമുക്കറിയാൻ കഴിഞ്ഞത് എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഈ ഒരു ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വൈകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് കേരള PSC പറഞ്ഞ സ്ഥിതിക്ക് അതുണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് ബാക്കി എന്തൊക്കെ അപ്ഡേഷനാണ് ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം ഇതിനകത്ത് പറയുന്ന കമ്മീഷൻ അംഗം ആർ പാർവതി ദേവി വിരമിച്ചെന്ന് പറയുന്നുണ്ട്. ആര് വിരമിച്ചാലും ആര് വിരമിച്ചില്ലെങ്കിലും അതിപ്പോൾ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതൊക്കെ വിടാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അഭിമുഖം നടത്തുമെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 2ൻ്റെ അഭിമുഖം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തുറമുഖ വകുപ്പിലേക്കുള്ള ഓഫീസർ ഇൻചാർജിൻ്റെ അഭിമുഖവും നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിലേക്കുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ, അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ മ്യൂസിക്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസർ ട്രാൻസ്ലേറ്റർ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക്, അതുപോലെ തന്നെ കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിലേക്കുള്ള സോയിൽ സർവേ ഓഫീസർ, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ആയുർവേദ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസർ. അപ്പോൾ ഇത്രയുമാണ് നിലവിലിപ്പോൾ ചുരുക്കപ്പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. കൂടാതെ ഒരു 2-3 കൂടി ഉണ്ട്. ഇതെല്ലാം ആയുർവേദ മെഡിക്കലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ നിയമ വകുപ്പിലേക്കുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കുള്ള ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്കുള്ള ഇലക്ട്രീഷ്യൻ, പൊതുമരാമത്ത് വകുപ്പിലേക്കുള്ള ആർക്കിടെക്ചർ, അങ്ങനെ ഒരുപാട് തസ്തികകളുടെ ചുരുക്കപ്പട്ടികകൾ വരാനായിട്ട് പോകുന്നുണ്ട്. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ടൂറിസം വകുപ്പിലേക്കുള്ള ഇലക്ട്രീഷ്യൻ, അതുപോലെ തന്നെ ഓൺലൈൻ OMR പരീക്ഷ നടത്താനായിട്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിലേക്കുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ OMR പരീക്ഷ നടത്താൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഹതാ പട്ടികയുടെ കാര്യം. ഇതിനകത്താണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 57/2021, അതുപോലെ തന്നെ 58/2021, അതുപോലെ തന്നെ 59/2021 അർഹതാ പട്ടികകളാണ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇത്രയും അപ്ഡേഷൻസ് ആണ് നമ്മുടെ ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ, അതുപോലെ പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിലവിലിപ്പോൾ +2 പ്രിലിംസിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ആ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഫസ്റ്റ് ഫേസ് ആണ്, 6-ാം തീയതിയാണ് പരീക്ഷ നടക്കുക. അപ്പോൾ ഇനി തൊട്ട് +2 ലെവലിൻ്റെ ക്ലാസ്സുകൾ അതിതീവ്രമായി തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ടും ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ക്ലാസ്സുകളെല്ലാം കാണുക. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. അതിനകത്ത് +2 ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ക്ലാസ്സുകളെല്ലാം അതിനകത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ പ്ലേലിസ്റ്റ് ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസോ അതുപോലെ തന്നെ ക്ലാസ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.